PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 21-ാം തീയതി നടക്കാനിരിക്കുന്ന ജൂനിയർ ലാബ് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുത്ത സാധ്യതാ ചോദ്യങ്ങളാണ്. അപ്പോൾ ഇതിനു മുന്നേ നമ്മൾ ജൂനിയർ ലാബ് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ജൂനിയർ ലാബ് അസിസ്റ്റന്റ് എക്സാം എന്ന് പറയുന്ന പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. അതിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെയും ചെയ്തിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. പരീക്ഷയ്ക്ക് വരാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ നിങ്ങളതൊരു പരീക്ഷയായിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക. ഒരു മോക്ക് ടെസ്റ്റ് പോലെ ചോദ്യവും 4 ഓപ്ഷനും കാണുമ്പോൾ അത് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രമിച്ച് നോക്കുക. കിട്ടാതെ വരുമ്പോൾ മാത്രം നമ്മൾ പറയുന്നതൊന്ന് കേൾക്കുക. ആ ഒരു രീതിയിലൊന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക കേട്ടോ, ഒരു പരീക്ഷ പോലെ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുന്നേ എപ്പോഴും പറയുന്നത് പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോഴാണ് നമ്മൾ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലും കൂടെ ഒന്ന് ജോയിൻ ചെയ്യണേ. കാരണം നമ്മൾ ക്ലാസ്സുകൾ കഴിഞ്ഞ് നോട്ട്സും PDF എല്ലാം ടെലഗ്രാം വഴിയാണ് ഷെയർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യുക. താഴെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് ടെലഗ്രാമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? അപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് മെത്തേഡ് ഈസ് നോട്ട് എ കോപ്പർ റിഡക്ഷൻ മെത്തേഡ്? വിച്ച് ഓഫ് ദി ഫോളോയിങ് മെത്തേഡ് ഈസ് നോട്ട് എ കോപ്പർ റിഡക്ഷൻ മെത്തേഡ്? തന്നിരിക്കുന്നതിൽ കോപ്പർ റിഡക്ഷൻ മെത്തേഡ് അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അല്ലാത്തത് 4ാമത്തെ ഓപ്ഷനാണ്, ട്രിൻഡേഴ്സ് മെത്തേഡാണ് അല്ലാത്തത്. ഓക്കെ, ട്രിൻഡേഴ്സ് മെത്തേഡാണ് കോപ്പർ റിഡക്ഷൻ മെത്തേഡിൽ വരാത്തത്. അപ്പോൾ ഏതൊക്കെയാണ് കോപ്പർ റിഡക്ഷൻ മെത്തേഡ്? ഫോൾ ഇൻ വ്യൂ മെത്തേഡ്, നെൽസൺ സോമോഗി മെത്തേഡ്, ബെനഡിക്സ് ടെസ്റ്റ്, ഇതെല്ലാം എന്താണ്? കോപ്പർ റിഡക്ഷൻ മെത്തേഡാണ്. ഓക്കെ, അടുത്ത ചോദ്യം, മിനിമം ടൈം ഡ്യൂറേഷൻ ഫോർ ടിഷ്യൂ ഫിക്സേഷൻ. ടിഷ്യൂ ഫിക്സേഷന് വേണ്ടിയിട്ടുള്ള മിനിമം ടൈം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ആൻസർ 12 hours ആണ് കേട്ടോ. മിനിമം ടൈം ഡ്യൂറേഷൻ ഫോർ ടിഷ്യൂ ഫിക്സേഷൻ എന്ന് പറയുന്നത് 12 hours ആണ്. അടുത്തത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫിക്സേറ്റീവ് ഈസ് ഐഡിയൽ ഫോർ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിക് സെക്ഷൻസ്? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫിക്സേറ്റീവ്, തന്നിരിക്കുന്നതിൽ ഏത് ഫിക്സേറ്റീവ് ആണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിക് സെക്ഷന് വേണ്ടിയിട്ട് ഐഡിയൽ ആയിട്ടുള്ള ഫിക്സേറ്റീവ്? ഏത് ഫിക്സേറ്റീവ് ആണ്? ഉത്തരം ഓസ്മിയം ടെട്രോക്സൈഡ് ആണ് കേട്ടോ. ഓസ്മിയം ടെട്രോക്സൈഡ് ആണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിക് സെക്ഷൻസിന് ഐഡിയൽ ആയിട്ടുള്ള ഫിക്സേറ്റീവ് എന്ന് പറയുന്നത്. അടുത്തത്, IG ഹെവി ചെയിൻസ് ഈസ് എൻക്ലോസ്ഡ് ഇൻ വിച്ച് ക്രോമസോം? ഏത് ക്രോമസോമിലാണ് IG ഹെവി ചെയിൻസ് എൻക്ലോസ് ചെയ്തിരിക്കുന്നത്? ഏത് ക്രോമസോമിലാണ് IG ഹെവി ചെയിൻസ് ഉള്ളത്? ആൻസർ വന്നിട്ട് 14. ഓക്കെ, ഏത് ക്രോമസോമിലാണ്? 14ാമത് ക്രോമസോമിലാണ് IG ഹെവി ചെയിൻസ് ഉള്ളത്. അടുത്തത്, വിച്ച് ഈസ് എ സർഫസ് ആൻറ്റിബോഡി? വിച്ച് ഈസ് എ സർഫസ് ആൻറ്റിബോഡി? ഇതിൽ തന്നിരിക്കുന്നതിൽ ഏതാണ് സർഫസ് ആൻറ്റിബോഡി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ 2 ആണ്, IgM ആണ് കേട്ടോ. IgM ആണ് സർഫസ് ആൻറ്റിബോഡി എന്ന് പറയുന്നത്. അടുത്തത്, മലേറിയൽ പിഗ്മെന്റ് ഈസ്. മലേറിയൽ പിഗ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്നതിൽ മലേറിയൽ പിഗ്മെന്റ് എന്ന് പറയുന്നത് ഹെമാറ്റിൻ ഗ്ലോബുലിൻ ആണ് കേട്ടോ. ഹെമാറ്റിൻ ഗ്ലോബുലിൻ ആണ് മലേറിയൽ പിഗ്മെന്റ്. അടുത്ത ചോദ്യം, ബ്ലാക്ക് വാട്ടർ ഫീവർ ഈസ് കോസ്ഡ് ബൈ. ബ്ലാക്ക് വാട്ടർ ഫീവർ ഈസ് കോസ്ഡ് ബൈ. ഏതാണ് ബ്ലാക്ക് വാട്ടർ ഫീവർ ഉണ്ടാക്കുന്നത്? ഉത്തരം പ്ലാസ്മോഡിയം ഫാൽസിപാരമാണ്. പ്ലാസ്മോഡിയം ഫാൽസിപാരമാണ് ബ്ലാക്ക് വാട്ടർ ഫീവർ ഉണ്ടാക്കുന്നത്. നമ്മൾ പഠിച്ച കാര്യമാണല്ലേ. ബ്ലാക്ക് വാട്ടർ ഫീവർ ഈസ് കോസ്ഡ് ബൈ പ്ലാസ്മോഡിയം ഫാൽസിപാരം. അടുത്ത ചോദ്യം, കോൾഡ് സ്കോർ ഈസ് കോസ്ഡ് ബൈ. കോൾഡ് സ്കോർ ഉണ്ടാക്കുന്നത് ആരാണ്? ഹെർപ്പസ് സിംപ്ലെക്സ് വൈറസ് ആണ് കേട്ടോ. ഹെർപ്പസ് സിംപ്ലെക്സ് വൈറസ് ആണ് കോൾഡ് സ്കോർ കോസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ സ്റ്റെറൈൽ യൂറിൻ സാമ്പിൾ? തന്നിരിക്കുന്നതിൽ സ്റ്റെറൈൽ യൂറിൻ സാമ്പിൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്റ്റെറൈൽ യൂറിൻ സാമ്പിൾ ഏതാണ് തന്നിരിക്കുന്നതിൽ? ഓപ്ഷൻ ബി ആണ്, സുപ്രാ പ്യൂബിക് ആസ്പിറേറ്റ് ആണ് കേട്ടോ. സുപ്രാ പ്യൂബിക് ആസ്പിറേറ്റ് ആണ് സ്റ്റെറൈൽ യൂറിൻ സാമ്പിൾ. നമ്മൾ പഠിച്ചിട്ടുള്ളതാ. അടുത്തത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ട്രൂ റിഗാർഡിംഗ് എ പേഴ്സൺ വിത്ത് എ ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം? എ ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം ഉള്ള ഒരു പേഴ്സണുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്,
പ്ലാസ്മ കണ്ടെയ്ൻസ് ആൻറ്റി ബി എന്നുള്ളതാണ് കേട്ടോ. പ്ലാസ്മ കണ്ടെയ്ൻസ് ആൻറ്റി ബി. അപ്പോൾ എ ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഒരാൾക്ക് പ്ലാസ്മ കണ്ടെയ്ൻസ് എന്താണ് ഉണ്ടാവുക? ആൻറ്റി ബി ആണ് ഉണ്ടായിരിക്കുക. അതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇൻസ്ട്രുമെന്റ് ഈസ് യൂസ്ഡ് ഫോർ കൗണ്ടിങ് ബ്ലഡ് സെൽസ്? ബ്ലഡ് സെൽസ് കൗണ്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ഏതാണ്? ബ്ലഡ് സെൽസ് കൗണ്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഹീമോസൈറ്റോമീറ്റർ ആണ് ദ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ഫോർ കൗണ്ടിങ് ബ്ലഡ് സെൽസ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, വിച്ച് ഈസ് ദി ഫോർമുല ഫോർ ഇമ്പൾസ്? ഇമ്പൾസിന്റെ ഫോർമുല എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇമ്പൾസിന്റെ ഫോർമുല എന്ന് പറയുന്നത് എന്താ? ഓപ്ഷൻ ബി ആണ്, ഫോഴ്സ് ഇൻറ്റു ടൈം ആണ് ഇമ്പൾസ് എന്ന് പറയുന്നത്. ഫോഴ്സ് ഇൻറ്റു ടൈം. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് സോളിഡ് ആംഗിൾ? സോളിഡ് ആംഗിളിന്റെ യൂണിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് സോളിഡ് ആംഗിളിന്റെ യൂണിറ്റ് ഏതാണ്? സ്റ്റെറേഡിയൻ ആണ് കേട്ടോ. സ്റ്റെറേഡിയൻ ആണ് സോളിഡ് ആംഗിളിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, വിച്ച് സ്റ്റേറ്റ് ഹാവ് ഹയസ്റ്റ് ഡെൻസിറ്റി? ഇതിൽ ഏത് സ്റ്റേറ്റിനാണ് ഹയസ്റ്റ് ഡെൻസിറ്റി ഉള്ളത്? ഹയസ്റ്റ് ഡെൻസിറ്റി ഉള്ള സ്റ്റേറ്റ് ഏതാണ്? സോളിഡ് സ്റ്റേറ്റ് ആണ്. ഓക്കെ, സോളിഡ് സ്റ്റേറ്റ് ഹാവ് ദി ഹയസ്റ്റ് ഡെൻസിറ്റി. AU ഈസ് ദ യൂണിറ്റ് ഓഫ്. AU എന്ന് പറയുന്നത് എന്തിൻ്റെ യൂണിറ്റ് ആണ്? നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ. AU എന്ന് പറയുമ്പോൾ അസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ്. AU ഈസ് ദ യൂണിറ്റ് ഓഫ് അസ്ട്രോണമിക്കൽ യൂണിറ്റ്. ഫാരഡ് ഈസ് ദ യൂണിറ്റ് ഓഫ്. ഫാരഡ് എന്ന് പറയുന്നത് ഏതിൻ്റെ യൂണിറ്റ് ആണ്? ഫാരഡ് ഈസ് ദ യൂണിറ്റ് ഓഫ് കണ്ടക്റ്റൻസ് ആണ് കേട്ടോ. കണ്ടക്റ്റൻസിന്റെ യൂണിറ്റ് ആണ് ഫാരഡ് ഈസ് ദ യൂണിറ്റ് ഓഫ് കണ്ടക്റ്റൻസ്. എ വെക്റ്റർ ഹാവിംഗ് സെയിം മാഗ്നിറ്റ്യൂഡ് ബട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഈസ് കോൾഡ്. അതായത് ഒരു വെക്റ്റർ അതിന് സെയിം മാഗ്നിറ്റ്യൂഡും ബട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനുമാണ്. അങ്ങനെയുള്ളതിന് എന്താണ് വിളിക്കുക? സെയിം മാഗ്നിറ്റ്യൂഡും ഓപ്പോസിറ്റ് ഡയറക്ഷനുമുള്ള വെക്റ്ററിനെ വിളിക്കുന്ന പേരാണ് നെഗറ്റീവ് വെക്റ്റർ. എന്താണ്? നെഗറ്റീവ് വെക്റ്റർ ആണ്. സെയിം മാഗ്നിറ്റ്യൂഡും ഓപ്പോസിറ്റ് ഡയറക്ഷനുമുള്ള വെക്റ്ററാണ് നെഗറ്റീവ് വെക്റ്റർ. അടുത്ത ചോദ്യം, ദ പ്ലാനറ്റ് വിത്ത് ഹയസ്റ്റ് എസ്കേപ്പ് വെലോസിറ്റി ഉള്ള പ്ലാനറ്റ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ജൂപ്പിറ്റർ ആണ് കേട്ടോ. ദ പ്ലാനറ്റ് വിത്ത് ഹയസ്റ്റ് എസ്കേപ്പ് വെലോസിറ്റി ഈസ് ജൂപ്പിറ്റർ. അടുത്ത ചോദ്യം, ദ ടെസ്റ്റ് യൂസ്ഡ് ടു ഡിറ്റക്ട് CSF പ്രോട്ടീൻ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് ഏതാണ്? പാൻറ്റീസ് ടെസ്റ്റ് ആണ്. ദ ടെസ്റ്റ് യൂസ്ഡ് ടു ഡിറ്റക്ട് CSF പ്രോട്ടീൻ. അടുത്തത്, ദ മിഡിൽ മാൻ ഓഫ് അവർ ബോഡി ഈസ്. നമ്മുടെ ശരീരത്തിൻ്റെ മിഡിൽ മാൻ അല്ലെങ്കിൽ ഇടനിലക്കാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ദ മിഡിൽ മാൻ ഓഫ് അവർ ബോഡി എന്ന് പറയുന്നത് ലിംഫാണ്. നമ്മുടെ ബ്ലഡിനെയും ടിഷ്യൂനെയും കൂടെ കണക്ട് ചെയ്യുന്ന ഒരു ഇടനിലക്കാരൻ, മിഡിൽ മാൻ എന്ന് പറയുന്ന ആരാണ്? ലിംഫ്. അടുത്തത്, ഡങ്കേഴ്സ് സൊല്യൂഷൻ ഈസ് ദ ഡൈല്യൂട്ടിംഗ് ഫ്ലൂയിഡ് യൂസ്ഡ് ഫോർ ഡാഷ് കൗണ്ട്. ഏതിൻ്റെ കൗണ്ടിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഡങ്കേഴ്സ് സൊല്യൂഷൻ ഈസ് ദ ഡൈല്യൂട്ടിംഗ് ഫ്ലൂയിഡ് യൂസ്ഡ് ഫോർ ഡാഷ് കൗണ്ട്. ഏത് കൗണ്ടിന് വേണ്ടിയിട്ടാണ് ഡങ്കേഴ്സ് സൊല്യൂഷൻ വരുന്നത്? ആൻസർ ഈസിനോഫിൽ ആണ് കേട്ടോ. ഡങ്കേഴ്സ് സൊല്യൂഷൻ ഈസ് ദ ഡൈല്യൂട്ടിംഗ് ഫ്ലൂയിഡ് യൂസ്ഡ് ഫോർ ഈസിനോഫിൽ കൗണ്ട് ആണ്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ കളർ ഓഫ് നോർമൽ CSF? നോർമൽ CSFന്റെ കളർ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോർമൽ CSFന്റെ കളർ എന്ന് പറയുന്നത് കളർലെസ് ആണ്. നോർമൽ CSFന് കളർ ഇല്ല, കളർലെസ് ആണെന്ന് പറയാം. കളർലെസ്. ഓക്കെ. അടുത്തത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് സെൽസ് പ്രൊഡ്യൂസ് ഹിസ്റ്റാമിൻ ഇൻ അവർ ബോഡി? നമ്മുടെ ശരീരത്തിൽ ഹിസ്റ്റാമിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെൽസ് ഏതാണ്? ഹിസ്റ്റാമിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെൽസ് എന്ന് പറയുന്നത് ഏതാണ്? മാസ്റ്റ് സെൽസ് ആണ്. കേട്ടോ. അപ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് സെൽസ് പ്രൊഡ്യൂസ് ഹിസ്റ്റാമിൻ ഇൻ അവർ ബോഡി? നമ്മുടെ ശരീരത്തിൽ ഹിസ്റ്റാമിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെൽസ് ഏതാണ്? മാസ്റ്റ് സെൽസ് ആണ്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് കെമിക്കൽ ഈസ് യൂസ്ഡ് ടു റിമൂവ് പാരഫിൻ ഫ്രം ദി സ്ലൈഡ്സിൽ നിന്നും പാരഫിൻ റിമൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കെമിക്കൽ ഏതാണ്? പാരഫിൻ റിമൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കെമിക്കൽ എന്ന് പറയുന്നത് സൈലീൻ ആണ്. പാരഫിൻ റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കെമിക്കൽ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ
ഇത്രയാണ് ചോദ്യങ്ങൾ. ഒരു ചോദ്യം കൂടെ ഉണ്ട്. കൊളസ്ട്രോൾ എസ്റ്റിമേഷൻ ഈസ് ഡൺ ബൈ ദ ഫോളോയിങ് മെത്തേഡ്. കൊളസ്ട്രോൾ എസ്റ്റിമേഷൻ ചെയ്യുന്നത് ഇതിലേത് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ്? കൊളസ്ട്രോൾ എസ്റ്റിമേഷൻ ചെയ്യുന്ന മെത്തേഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ സാക്സ് ഫെറിക് ക്ലോറൈഡ് മെത്തേഡ് ആണ് കേട്ടോ. സാക്സ് ഫെറിക് ക്ലോറൈഡ് മെത്തേഡാണ് കൊളസ്ട്രോൾ എസ്റ്റിമേഷന് വേണ്ടിയിട്ട് ഫോളോ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയോ ആണ് നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളൊക്കെ കണ്ട് പഠിച്ചവർക്ക് ഇത് പെട്ടെന്ന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരിക്കും. ഇനി നമ്മുടെ ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കയറി നോക്കിയിട്ട് ക്ലാസ്സുകളെല്ലാം മാക്സിമം കാണുക കേട്ടോ. അതിൽ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് എന്ന് പറയുന്ന സെഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ MLTയുടെ ക്ലാസ്സുകൾ നമ്മൾ വളരെയധികം ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ മാക്സിമം കണ്ട് പ്രയോജനപ്പെടുത്തുക. പരീക്ഷയ്ക്ക് നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് എഴുതാൻ കഴിയട്ടെ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.